ഹരി ഓം. ദശകം 49, ശ്ലോകം 10. തഥാവിധേസ്മിൻ വിപിനേ പശവ്യേ സമുത്സുകോ വത്സഗണ പ്രചാരേ ചരൻ സരാമോധകുമാരകൈസ്ത്വം സമീരഗേഹാധിപ പാഹി രോഗാത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പദച്ഛേദം. തഥാവിധേ അസ്മിൻ തഥാവിധേസ്മിൻ വിപിനേ പശവ്യേ തഥാവിധേസ്മിൻ വിപിനേ പശവ്യേ സമുത്സുകഃ വത്സഗണപ്രചാരേ സമുത്സുകോ വത്സഗണപ്രചാരേ സമുത്സുകോ വത്സഗണപ്രചാരേ ചരൻ സ രാമഃ അധ ചരൻ സ രാമോധ സ രാമഃ അധ സ രാമോധ കുമാരകൈഃ ത്വം കുമാരകൈസ്ത്വം ചരൻ സ രാമോധ കുമാരകൈസ്ത്വം സമീരഗേഹ അധിപ സമീരഗേഹാധിപ പാഹി രോഗാത്. സമീരഗേഹാധിപ പാഹി രോഗാത്. തഥാവിധേസ്മിൻ വിപിനേ പശവ്യേ സമുത്സുകോ വത്സഗണപ്രചാരേ ചരൻ സരാമോധ കുമാരകൈസ്ത്വം സമീരഗേഹാധിപ പാഹി രോഗാത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്ലോകം 10 അന്വയവും അർത്ഥവും. തഥാവിധേ പശവ്യേ അസ്മിൻ വിപിനേ വത്സഗണപ്രചാരേ സമുത്സുകഃ അഥ ത്വം സ രാമഃ കുമാരകൈഃ സഹ ചരൻ സമീരഗേഹാധിപ രോഗാത് പാഹി. തഥാവിധേ പശവ്യേ അസ്മിൻ വിപിനേ തഥാവിധേ അപ്രകാരമെല്ലാമുള്ള എപ്രകാരമെല്ലാമുള്ള ചില അത്രയും മനോഹരമായിരിക്കുന്ന ആ വൃന്ദാവനം, ആ പശുക്കൾക്കെല്ലാം യോജിച്ചതായിട്ടുള്ള വൃന്ദാവനം, നിറച്ച് ആ പുൽത്തകടികളും വള്ളികളും മരങ്ങളും ഒക്കെയുള്ള ആ മേൽ പറഞ്ഞ രീതിയിലുള്ള ആ വൃന്ദാവനം എന്നാണ്. തഥാവിധേ അപ്രകാരമുള്ള അത്ര മനോഹരമായ പശുക്കൾക്ക് ഏറ്റവും പ്രയോജനപ്പെട്ട ഈ വൃന്ദാവനത്തിൽ, ഈ കാനനത്തിൽ തഥാവിധേ പശവ്യേ അസ്മിൻ വിപിനേ അപ്രകാരമുള്ള അത്ര മനോഹരമായ പശുക്കൾക്ക് ഏറ്റവും പ്രയോജനപ്പെട്ട ഈ കാനനത്തിൽ വത്സഗണപ്രചാരേ സമുത്സുകഃ പൈക്കുട്ടികളെ കൊണ്ട് നടന്ന് മേയ്ക്കുവാൻ നന്നേ കൊതി പൂണ്ടിട്ട് അഥാ ത്വം സ രാമഃ അഥാ ത്വം പിന്നെ അവിടുന്ന് ബലരാമനോടുകൂടി കുമാരകൈഃ സഹ ചരൻ കുമാരകൈഃ ചങ്ങാതിമാരുമൊത്ത് സഞ്ചരിക്കുവാൻ തുടങ്ങി. സമീരഗേഹാധിപ രോഗാത് പാഹി അപ്രകാരമുള്ള അല്ലയോ ഗുരുവായൂരപ്പ രോഗത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അനന്തരം രാമനോടും മറ്റു ഗോപബാലകന്മാരോടും കൂടി കാളിന്തി പുളിനത്തിലും ആ ഗോവർദ്ധനഗിരി തടങ്ങളിലും പശുക്കൾക്ക് പ്രിയപ്പെട്ട ഇളം പുല്ല് നിറഞ്ഞ പുൽത്തകിടികളിലും കാലിമേയിച്ചു നടക്കുന്നതിൽ അത്യുത്സാഹിയായി ഭവിച്ച അല്ലയോ ബാലഗോപാലരൂപിയായ ഗുരുവായൂരപ്പ എൻ്റെ രോഗങ്ങൾ അകറ്റിയാലും. തഥാവിധേസ്മിൻ വിപിനേ പശവ്യേ സമുത്സുകോ വത്സഗണപ്രചാരേ ചരൻ സരാമോധ കുമാരകൈസ്ത്വം സമീരഗേഹാധിപ പാഹി രോഗാത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.